കോഴിക്കോട് വടകര മുക്കാളിയിൽ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ദേശീയപാത വികസനത്തിനായി വീതി കൂട്ടിയ ഭാഗത്താണ് മണ്ണിടിഞ്ഞത്. സിനോജ് തോമസ് നൽകും വിവരങ്ങൾ. സിനോജ്, വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ടോ? ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? വിനീത, രാവിലെ 8:30 മണിയോടുകൂടിയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. കോഴിക്കോട് ഭാഗത്തേക്കുള്ള വശത്താണ് ഈ മണ്ണിടിഞ്ഞിരിക്കുന്നത്. ദേശീയപാതയുടെ 6 വരിപ്പാത നിർമ്മാണം നടക്കുകയാണ്. ഇതിനുവേണ്ടി അവിടെ ഒരു മലമ്പ്രദേശമാണ്, അവിടെ മണ്ണ് ഇടിച്ചിരുന്നു. മണ്ണിടിച്ച ശേഷം ഹൈബ്രിഡ് റിട്ടേണിംഗ് വാൾ നിർമ്മിച്ചിരുന്നു. ഈ സുരക്ഷാ ഭിത്തി കൂടി തകർത്താണ് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണിരിക്കുന്നത്. ഏതായാലും വലിയ അപകടമാണ് ഒഴിവായിരിക്കുന്നത്. ഈ മണ്ണിടിയുന്ന സമയത്ത് ആ ഭാഗത്ത് വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വാഹനങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ രാവിലത്തെ സമയമായതുകൊണ്ട് തന്നെ വലിയ ഗതാഗത കുരുക്കാണ് ദേശീയപാതയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും അഴിയാക്കുരുക്കായിട്ട് ഈ ഗതാഗത കുരുക്ക് ഇവിടെ തുടരുകയാണ്. വടകര കോഴിക്കോട് ഭാഗത്തേക്കുള്ള വാഹനങ്ങളൊക്കെ തന്നെ ഈ വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ അഴിയൂർ മുതൽ വെങ്ങളം വരെ നടക്കുന്ന ദേശീയപാത വികസനം വാഗാട് കമ്പനിയാണ് നിർവഹിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മൂരാട് ഭാഗത്ത് സമാനമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ പയ്യോളി ഭാഗത്തൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മഴ തുടങ്ങിയത് മുതൽ ഈ ഭാഗത്ത് പലതരത്തിലുള്ള അപകടങ്ങളും ദുരിതങ്ങളുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ മണ്ണിടിഞ്ഞത് മൂലം വലിയ ഗതാഗത കുരുക്ക് ഇപ്പോഴും ദേശീയപാതയിൽ അനുഭവപ്പെടുന്നു. മണ്ണ് നീക്കം ചെയ്ത് വാഹനങ്ങൾ വൺ വേ അടിസ്ഥാനത്തിലൊക്കെ തന്നെ കടത്തിവിടുന്നുണ്ടെങ്കിലും വലിയ ഗതാഗത കുരുക്കാണ് ദേശീയപാതയിൽ അനുഭവപ്പെടുന്നത്. വിനീത, ശരി, സിനോജ് തോമസ് വിവരങ്ങൾ നൽകുകയായിരുന്നു.